നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുമ്പിൽ വിശുദ്ധ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുന്ന വലിയ സെലിബ്രേഷൻ ഉണ്ട്. ഇതോരോ ഞായറാഴ്ച ദിവസം അനുഭവിക്കുമ്പോഴും വലിയൊരു രക്ഷയുടെ ഓർമ്മയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, യഹൂദന്മാർ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്ന സമയങ്ങളിൽ അവസാനം അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മോശയും അഹറോനെയും ദൈവം മിസ്രൈമിലേക്ക് അയച്ച് അവരെ വിടുവിച്ച ചരിത്രം. അവസാനം സംഹാരദൂതൻ കടന്നു വരുന്നു. ഈ സംഹാരദൂതൻ മിസ്രൈമിൽ കൂടെ കടന്നു പോകുമ്പോൾ മോശ ദൈവം പറഞ്ഞതനുസരിച്ചുള്ള ആ നിർദ്ദേശം ഇസ്രായേലർക്ക് കൊടുത്തു. ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ വസിക്കുന്ന ആ ഭവനത്തിൻ്റെ കട്ടിളപ്പടിയിൽ പുരട്ടണം. രാത്രിയിൽ ഏഞ്ചൽ ഓഫ് ഡെത്ത് സംഹാരദൂതൻ കടന്നു വരും. അന്ന് ഈ രക്തം കാണുന്ന ഭവനങ്ങളെ ഒഴിവാക്കി സംഹാരദൂതൻ കടന്നു പോകും. മിസ്രൈമിലെങ്ങും വലിയൊരു നിലവിളി ആ രാത്രിയിൽ ഉണ്ടാകും. ആ നിലവിളിക്കുള്ളിൽ പിടിച്ചു നിൽക്കുവാൻ ഫറോയ്ക്കും സൈന്യത്തിനും സാധ്യമല്ലാതാകും. അങ്ങനെ ഇസ്രായേൽ അന്ന് ആ അടിമത്തിൽ നിന്ന് ആ രാത്രിയിൽ രക്ഷപ്പെടും. ഇന്നും യഹൂദന്മാർ ഈ പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ അല്ലെങ്കിൽ കടന്നുപോക്കൽ എന്ന ഈ പെരുന്നാൾ അവരാചരിക്കുന്നുണ്ട്. അവരുടെ തലമുറയോട് ഇതവർ പറഞ്ഞു കൊടുക്കും. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ അടിമകളായിരുന്ന യാക്കോബ് മുതൽ ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാർ അടിമകളായിരുന്ന ആ മിസ്രൈം രാജ്യത്ത് നിന്ന് ദൈവം ഇറങ്ങി വന്ന് തങ്ങളെ രക്ഷിച്ച അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയ ആ വലിയ ചരിത്രം ഇന്നും അവർ എല്ലാ ഇതുപോലുള്ള ദൈവം രക്ഷിച്ച ആ ഓരോ അനുഭവത്തിലും ഓരോ ഇൻസിഡൻറ്റിൻ്റെയും പെരുന്നാളുകൾ അവർ ആചരിക്കുന്നുണ്ട്. പൂരീം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ എസ്തേർ അന്ന് ഹാമാൻ്റെ ആ ദുരന്തത്തിൽ നിന്ന് യഹൂദ ജനതയെ രക്ഷിച്ച ആ സംഭവത്തിൻ്റെ പെരുന്നാളായിട്ട് അവർ ആചരിക്കുന്നുണ്ട്. ആ ആചരിച്ച ദിവസമായിരുന്നു 2023 ഒക്ടോബർ 7-ാം തീയതി. അവർ ആ പെരുന്നാൾ ആചരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവർക്ക് അറ്റാക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് വലിയ തീർത്ഥാടനമായിട്ടാണ് അവർ കടന്നു പോകുന്നത് ഈ ഓരോ പെരുന്നാളിനും. അങ്ങനെ അവർ അത്രയധികം ആ ഓർമ്മയെ കൊണ്ടാടുകയാണ്. ഈ ഓർമ്മയെ അവർ കൊണ്ടാടുമ്പോൾ നമ്മളറിയണം, നാമും ഇതുപോലെ വലിയൊരു ഓർമ്മയാണ് ഈ കമ്മ്യൂണിയൻ അനുഭവിക്കുന്നതിലൂടെ കൊണ്ടാടുന്നത്. യേശു കർത്താവ് പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന നമുക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തൻ്റെ രക്തം ചീന്തി നമ്മെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കിയതിൻ്റെ വലിയ ഓർമ്മ നമുക്കും ഇന്ന് ആ ഓർമ്മ കൊണ്ടാടുകയാണ്. യഹൂദരുടെ ഒരു കാര്യം പറഞ്ഞാൽ, അവർ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. യുവാക്കളും യുവതിമാരൊക്കെ അവർ പല അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്പ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ രാജ്യത്ത് ഒരു അപകടമുണ്ടാകുമ്പോൾ ഈ യുദ്ധത്തിൽ പോലും അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി ആ വലിയ MNCയിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, തങ്ങളുടെ രാജ്യത്തിനൊരു അപകടാവസ്ഥ വരുമ്പോൾ ഞങ്ങളെ വിടണം, അന്ന് ഞങ്ങൾ പോരും. കാരണം അവരുടെ ഒരു വലിയ കാരണം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേം ദേവാലയം തകർത്തിട്ട് അവിടുന്ന് ഈ യഹൂദന്മാരെ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോയപ്പോൾ അന്നും ആ ദേശത്ത് നിന്നും അവർ ഈ തങ്ങളുടെ ആ ജെറുസലേം ദേവാലയത്തിൻ്റെ ആ നശിച്ചു കിടക്കുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ ആ സ്ഥിതിയെ ഓർത്തവർ ദുഃഖിക്കുന്ന ബാബേൽ നദികളുടെ തീരത്തിരുന്നവർ കരഞ്ഞ കാര്യം ബൈബിൾ വായിക്കുന്നുണ്ട്, നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അവർ അതുപോലെ എവിടെയുള്ള യഹൂദന്മാരായാലും അവരുടെ ദേശത്ത് ഒരു അപകടം സംഭവിക്കുമ്പോൾ ഇന്നും ഈ കഴിഞ്ഞ ഈ യുദ്ധത്തിൽ പോലും അനേക യഹൂദ യുവാക്കളും യുവതികളും അവരുടെ ആർമിയിലൊക്കെ യുവതികൾ അനേകം
ചേരുന്നുണ്ട്. ഇസ്രായേൽ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഗാർഡ് കൂടുതലും ലേഡീസാണ്. അപ്പോൾ അത്രയധികം തങ്ങളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അവർ കാണിക്കുന്നത്. അനേകർ അവിടെ നിന്ന് അവർ ഇന്നും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നവരാണ്. ഇന്ന് പറഞ്ഞത് അവരുടെ ഓർമ്മ, ദൈവം അവരെ സ്വതന്ത്രരാക്കി, അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയതിൻ്റെ ഓർമ്മ അവരെല്ലാം ഇപ്പോഴും ആഘോഷിക്കും. അങ്ങനെയാണ് ഇന്ന് നമുക്കും വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഓർമ്മയാണ് ഈ കമ്മ്യൂണിയനിൽ കൂടെ നാമും, വലിയൊരു രക്ഷയുടെ ഓർമ്മയാണ് നാമും ഈ കമ്മ്യൂണിയൻ അനുഭവിക്കുന്നതിലൂടെ നാമും കൊണ്ടാടുന്നത്. അതുകൊണ്ട് മിസ്രൈമിൽ ആ ഫറവോയുടെ അടിമത്തത്തിലായിരുന്നവരെ സംഹാരദൂതൻ കടന്നുപോയ രാത്രിയിൽ എങ്ങും ഒരു നിലവിളിയുണ്ടായി. പുറപ്പാട് 12:30 വായിക്കാമോ? ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. ഇതാണ് അന്ന് ആ രാത്രിയിൽ മിസ്രൈമിലൊരു വലിയ നിലവിളി. കാരണം ഈ സംഹാരദൂതൻ കടന്നു പോയപ്പോൾ സർവ മിസ്രൈം ആ ഭവനങ്ങളിലും ഒരു കടിഞ്ഞൂലുകളെ മുഴുവൻ അന്ന് സംഹാരദൂതൻ താണ്ഡവമാടി. പക്ഷേ ഈ രക്തം ഈ ഇസ്രായേൽ ഭവനങ്ങളിൽ മാത്രം ഈ രക്തം കണ്ട ആ ഭവനം മാത്രം ഒഴിവായി കിട്ടി. അതുപോലെയാണ് ഇന്ന് യേശു കാൽവറിയിൽ ചീന്തിയ ഇതുപോലൊരു നിലവിളി ഇനിയും കേൾക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ ആ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളും അന്നും ഇസ്രായേലിലുണ്ടായ ഒരു നിലവിളി ഇവിടെയും ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എപ്പോഴും ഈ കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ നാം ആലോചിക്കണം, ഇതൊരു വലിയ രക്ഷപ്പെടലിൻ്റെ ഒരു രക്ഷയുടെ ഓർമ്മയാണ് നാം കൊണ്ടാടുന്നത്. ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം, ഈ രക്ഷ നമുക്ക് ദൈവം തന്നത് എബ്രായർ 2:4 നമുക്കൊന്ന് വായിക്കാം. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതാണ് ഈ വലിയ രക്ഷ. ഇത് വലിയ ഒരു രക്ഷയാണ്, ഒഴിച്ചുകൂടാനാകാത്ത ഒരു രക്ഷയാണ്. ഈ രക്ഷ കർത്താവ് നമുക്ക് അവൈലബിളാക്കി തരുന്നപ്പോൾ ഇത് നാം എങ്ങനെ ഇതിനകത്തു നിന്ന് തെറ്റി ഒഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയാമെന്നതാണ് നമ്മുടെ കർത്താവ്. കാരണം ഈ രക്ഷ അനുഭവിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മറു സൈഡ് വളരെ ദുരന്തപൂർണ്ണമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ രക്ഷ ഇന്ന് അവൈലബിളാക്കി തന്നത്. നമുക്കറിയാം, ഈ രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള നമ്മെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി. നമുക്കറിയാം, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനോടെ വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. കാരണം പാപത്തിൻ്റെ മോചനവും പാപത്തിൻ്റെ രക്ഷയുമായിട്ട് വേറെന്ത് കാര്യവും ഈ ലോകത്തിലുള്ള ആളുകൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും എന്താവശ്യമുണ്ടെങ്കിലും, എന്ത് മെറ്റീരിയൽ തിങ്സ് ആവശ്യമുണ്ടെങ്കിലും കർത്താവിന് അതൊക്കെ വെറും ചെറിയ കാര്യമാണ്. അവൻ അവിടെ ഇരുന്നൊരു വാക്കുകൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ ഈ ദൈവത്തിന് നമുക്കൊരു ചെറിയ ഈ ലോകത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി അവനിവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇരുന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ പാപം അങ്ങനെയല്ല. പാപത്തിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ പാപത്തിൻ്റെ പരിഹാരത്തിനൊരു വില കൊടുക്കണം. ആ വില കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ പറ്റുകയില്ല. അങ്ങനെ എന്തിനാണ് ഇത്രയധികം വലിയ കഠിനമായ ഒരു വേദന അനുഭവിച്ച് നമുക്ക് വേണ്ടി ഈ രക്ഷ സാധ്യമാക്കി തന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്തതായ അവൻ്റെ ആ സ്നേഹം കൊണ്ട് മാത്രം അവൻ 2026 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിൽ നിന്നുള്ള വിടുതലിനായി, പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി, പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഒരു ചെറിയ ഉദാഹരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരു പിതാവ് പുള്ളിയുടെ മകൻ, 12 വയസ്സുള്ള മകൻ അവനോട് പറഞ്ഞു, നീ അവിടോട്ട് പോകരുത്, അവിടെ ഈ ഫെൻസിങ് ഇല്ലാത്ത ഒരു വലിയ വെല്ലുണ്ട്, ഒരു കിണറുണ്ട്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അവൻ അനുസരണക്കേട് കാണിച്ച് അവിടോട്ട് തന്നെ ഓടി.
കറക്റ്റ് ആ വെല്ലിൽ ചെന്ന് വീണു, ആ കിണറ്റിൽ ചെന്ന് വീണു. അവൻ അവിടെ നിന്ന് വലിയ നിലവിളിച്ചു, പപ്പാ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. പപ്പ വീടിൻ്റെ സിറ്റൗട്ടിരുന്ന് ഈ നിലവിളി കേട്ടു. ഈ നിലവിളി കേട്ട പപ്പ അവിടെ നിന്ന് എണ്ണീറ്റ് നേരെ ഈ വെല്ലിൻ്റെ അടുത്തേക്ക് വന്നു. അതിൻ്റെ സൈഡിൽ വന്നതിന് ശേഷം താഴെ കുഴിയിൽ കിടക്കുന്ന ഇവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അവിടെ നിന്ന് പറയുക, ശരി മോനെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ബായ് എന്നും പറഞ്ഞുകൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? ഏതെങ്കിലും സ്നേഹമുള്ളൊരു പിതാവ് അത്രയുമാണോ ചെയ്യുന്നത്? ക്ഷമിക്കുക മാത്രമല്ല, അവനെ അതിന് നിന്ന് രക്ഷിക്കുക കൂടെ ചെയ്യും. ഇതാണ് യേശു കർത്താവ് ചെയ്തത്. അപ്പോൾ ആ കുഴിയിലേക്ക് ഒന്നുകിൽ ആ പാപ്പായ ഇറങ്ങിച്ചെല്ലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു കൊടുത്ത് അവനെ അവിടെ നിന്ന് രക്ഷിച്ച് മുകളിൽ കയറ്റി അവനെ രക്ഷപ്പെടുത്തി സ്വതന്ത്രരാക്കി വിടും. അതാണ് യേശു കർത്താവും കാൽവറി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വലിയ രക്ഷയുടെ കാര്യങ്ങൾ കുറച്ച്, എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് രക്ഷ വേണ്ടത്, ഈ രക്ഷപ്പെടുവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. വീണ്ടും കർത്താവെ, ഒരിക്കൽ കൂടെ ഈ വിശുദ്ധ പകൽക്കാലം അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് ഞങ്ങൾക്കായിരിക്കുവാനും അവിടുത്തെ വചനം അല്പസമയം ചിന്തിക്കുവാനുമായിട്ട് ഞങ്ങൾക്ക് ഇടതന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നവനായ ദൈവം, അവിടുന്ന് ഞങ്ങളുടെ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവം, ഇനിയും നടത്തുവാൻ അങ്ങ് സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് കർത്താവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്നയോളം ഞങ്ങളെ നടത്തി, ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ മറച്ചു, ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം വെറും കേൾവിക്കാരായിട്ടല്ല, മറിച്ചത് അനുസരിക്കുന്നവരായി മാറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് സ്തോത്രം. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ, ഇന്നും ജീവിക്കുന്ന, മരണത്തെ ജയിച്ചവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് തന്ന ഈ വലിയ രക്ഷ, ഈ രക്ഷ നമുക്ക് എന്തിൽ നിന്നൊക്കെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമുക്കറിയാം, നാം കേട്ടു, പാപങ്ങളിൽ നിന്നാണ് ഒന്നാമത് നമുക്ക് രക്ഷ വേണ്ട. മാത്യു 1:21 പറയുന്നതാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. പാപത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് വേണം. ഇന്ന് നമ്മുടെ പ്രശ്നം, നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള മോചനം അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നത്തില്ല. കാരണം നമുക്ക് ഇമ്മീഡിയറ്റായിട്ടുള്ളൊരു റിയാലിറ്റി പാപത്തിൽ നിന്നുള്ള മോചനമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള മോചനത്തേക്കാൾ രോഗത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ആവശ്യം. ക്യാൻസർ വന്ന് 3 മാസം കൂടെ ഉള്ളതായിട്ട് വിധി എഴുതി നിൽക്കുന്ന ഒരമ്മച്ചി ഒരിക്കൽ ഗംഗാധരൻ ഡോക്ടറെ അടുത്ത് എന്ത് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്, 3 മാസം കൂടെ ഉള്ളു ക്യാൻസർ വന്ന്, പക്ഷെങ്കിൽ അമ്മച്ചിക്ക് അനുഭവിക്കുന്നത് ഈ മുട്ടിന് വേദനയാണ്. അതുകൊണ്ട് അന്നേരം തൽക്കാലം മുട്ടിന് വേദനയ്ക്കുള്ള ചികിത്സ നടത്താനാണ് പറയുന്നത്. ഇതുപോലെയാണ് ക്യാൻസർ എന്ന വലിയ പാപം അകത്ത് വെച്ചുകൊണ്ട് നാം തലവേദനയ്ക്ക് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആദ്യം നമ്മുടെ പാപമാണ് ദൈവം മോചിച്ചു തരേണ്ടത്. പാപം മോചനത്തോടുകൂടി രോഗമോചനവും ഉണ്ടാകും. ആ തളർവാദിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? നീ എണ്ണീറ്റ് നടക്കണമെന്നാണോ ആദ്യം പറഞ്ഞത്? നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടെ നിന്നവർ ചോദിച്ചു, പാപം മോചിക്കാൻ ഇവനാർ? കാരണം അവരുടെ ദൈവമായ കർത്താവല്ലാതെ പാപം മോചിക്കുവാൻ ആരുമില്ല. യഹൂദന്മാർക്ക് അന്ന് ഇവൻ ദൈവമാണെന്ന് മനസ്സിലായിട്ടില്ല. അവർ തങ്ങൾക്കൊരു മെശിഹ വരുന്നുണ്ടെന്നും ആ മെശിഹായെ കാത്തവർ അന്നും ഇരിക്കുകയാണ്. അപ്പോൾ പാപമോചനത്തിലുള്ള അധികാരം യേശു പറഞ്ഞു, യെസ്, പാപം ഞാനാണ്, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, അതുകൊണ്ടാണ് പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവനെ വെറുതെ വിട്ടോ? അവൻ്റെ രോഗവും മോചിച്ച് കൊടുത്താണ് കർത്താവ് വിട്ടത്. അപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ടായിരിക്കണം ആദ്യത്തെ നമ്മുടെ പ്രാർത്ഥന. അതുകൂടി നമുക്കുള്ള ബാക്കിയുള്ള സർവ്വതും കൂട്ടത്തിൽ അനുഭവിച്ചു കൊള്ളും, തന്നുകൊള്ളും. രണ്ടാമത്,
ദൈവകോപത്തിൽ നിന്നുള്ള ആ വിടുതലാണ് ഈ വലിയ രക്ഷ എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന ആ വലിയ ന്യായവിധി, നമുക്കൊക്കെ നേരിടാനിരിക്കുന്ന വലിയ ന്യായവിധി, ഈ ന്യായവിധിയിൽ ദൈവം കോപിക്കുന്നതിനുള്ള രക്ഷയാണ് ഈ രക്ഷ നമുക്ക് തരുന്നത്. യോഹന്നാൻ 5:24 പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇനി നാം നോക്കുന്നത് ഈ രക്ഷ എവിടെ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, രക്ഷ ഒരുത്തനും ഇല്ല. എവിടെ നിന്നാണ് രക്ഷ വരുന്നത്? ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഈ രക്ഷ വരുന്നത്. യെശയ്യാവ് 12:2 പറയുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, നമുക്ക് മാത്രമല്ല ഇസ്രായേലിനും രക്ഷ, ലോകത്തിലുള്ള മുഴുവൻ ജനതയ്ക്കും രക്ഷ ദൈവം മാത്രമാണ്. ഇന്ന് നമ്മുടെ രക്ഷ ആരാണ്? ഇന്ന് നമ്മുടെ രക്ഷ ദൈവപുത്രനായ യേശു കർത്താവാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 നാം വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറിച്ച് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശു എന്ന നാമം മാത്രം. ഈ ഒരു നാമത്തിൽ മാത്രമേ ലോകത്ത് രക്ഷയുള്ളൂ. ഇതൊക്കെ പുരാതന ചരിത്രങ്ങളിലും പറയുന്നുണ്ട്. കാരണം മരണത്തെ ജയിച്ചവനായ ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൻ്റെ പരിഹാരമായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ കല്ലറയെ തകർത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു, ജീസസ്, ദ നെയിം അബവ് ഓൾ നെയിംസ്, എല്ലാ നാമത്തിലും മേലായ ഈ നാമം, ഈ നാമത്തിൽ മാത്രമാണ് ലോകത്ത് രക്ഷയുള്ളത്. ഇനി ഇതൊരു വലിയ രക്ഷയാണ്, ഇതൊരു വലിയ രക്ഷയാണെന്ന് നാം കണ്ടു. ആ ഓർമ്മയാണ് നാം ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഈ കമ്മ്യൂണിയൻ അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയ രക്ഷയാണ്. ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറയുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം, ഇത് ദൈവം അർഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന രക്ഷയാണ്. ഫ്രീ ആയിട്ട് നൽകുന്ന രക്ഷ. അപ്പോൾ രണ്ടാമത്, ഇത് നാം നഷ്ടപ്പെടുത്താതെ ഈ രക്ഷ നമ്മളിൽ നിന്ന് സ്വയം നഷ്ടപ്പെട്ടു പോകുകയില്ല. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അടുത്ത വലിയ രക്ഷയാണ് ഇതെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം, ഈ രക്ഷ ലഭിക്കുവാൻ ദൈവപുത്രൻ കൊടുത്ത വിലയാകുന്നു. ആദ്യം നമ്മൾ കണ്ടു, ഇത് ഫ്രീ ആയിട്ടുള്ള രക്ഷയാണ്. ഇതെല്ലാ മനുഷ്യർക്കും അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കും. പക്ഷേ ഇതിന് വിലയില്ലാത്തതല്ല. നമുക്ക് ഫ്രീ തന്നതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ടുള്ള രക്ഷയല്ല. ഇതിന് നമ്മൾ വില കൊടുത്തില്ലെങ്കിലും ഇതിന് വില കൊടുത്ത ഒരാളുണ്ട്, അവൻ്റെ പേരാണ് യേശു കർത്താവ്. 2026 വർഷത്തിന് മുമ്പ് കാൽവറി എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവറിയിലെ രക്തം ചീന്തിയത് അവൻ കൊടുത്ത വിലയായിരുന്നു. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ശ്വസിച്ചാണ് നാം ഒക്കെ ഇരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളിൽ 5ഉം ബ്രഞ്ചും നമ്മൾ കൊടുത്തു വിടുന്നത് പോലെ ഓക്സിജൻ രാവിലെ പാക്ക് ചെയ്തുകൊണ്ട് ആരും കൊണ്ടുവന്നിട്ടില്ല, ഇല്ലേ? ഇവിടെ വരുമ്പോൾ കർത്താവ് ഇവിടെ ഓക്സിജൻ നമുക്ക് അവൈലബിൾ ആക്കി തന്നിരിക്കുകയാണ്. ഇവിടെ മാത്രമാണോ? ഈ കേരളത്തിൽ എവിടെ പോയാലും, അല്ലെ ഇന്ത്യയിൽ എവിടെ പോയാലും, ലോകത്തെവിടെ ചെന്നാലും ഈ ലോകത്ത് നമ്മുടെ പുറകെ ഓക്സിജനുമായിട്ട് ദൈവം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, 21% ഈ ഓക്സിജൻ്റെ അളവ് ഈ അന്തരീക്ഷത്തിൽ. ഈ 21% എന്ന് പറയുന്നത് 25 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ച് ബോക്സ് കത്തിക്കുവാൻ പോലും നമുക്ക് സാധിക്കില്ല, ലോകം മുഴുവൻ കത്തിപ്പടരും. എന്നാൽ ഈ 21 20 കഴിഞ്ഞാലോ നമുക്ക് ശ്വാസം മുട്ടുവാൻ തുടങ്ങും. കാരണം ഈ ആസ്മ രോഗികൾക്കറിയാതെ ഒരു ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഈ 21% എന്നുള്ളത് ലോകത്തിലെ 750 കോടി ജനതയ്ക്കും ഒരേപോലെ ഒരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇത് കൊടുക്കുന്നത് ആരാണ്? UN സെക്രട്ടറി ജനറലാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണോ? അല്ല, അവൻ്റെ പേരാണ് യേശു കർത്താവ്. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ വില നാം അറിയുന്നില്ല. ഓക്സിജൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വില അറിയത്തില്ല. കൊറോണ ടൈമിൽ ഓക്സിജൻ്റെ വില നാം എല്ലാം മനസ്സിലാക്കിയതാണ്. ഒരു ചെറിയ കുറ്റിക്ക് 7000 രൂപയായിരുന്നു. ഓക്സിജൻ വില കൊടുത്ത്, കാറിന് പെട്രോൾ അടിക്കുന്നത് പോലെ ഓക്സിജന് വില കൊടുത്ത് അടിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ജീവിക്കുവാൻ കഴിയും? ബിൽ ഗേറ്റ്സിന് പോലും 3 മാസത്തേക്കുള്ളിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും ഫ്ലാറ്റാവും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ളതല്ല, വിലയുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് വില കൊടുത്ത് വാങ്ങിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഇത് ഫ്രീ ആക്കി തന്നതാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കണം, 5 മിനിറ്റ് മൂക്കടച്ച് പിടിച്ചാൽ മതി, അപ്പോൾ അറിയാം ഇതിൻ്റെ വില എന്തുവാന്ന്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അവൈലബിൾ ആക്കി തന്ന ഈ വലിയ രക്ഷ, ഈ ഗ്രേറ്റ് സാൽവേഷൻ വിലയില്ലാത്തത് അല്ല, വിലയുള്ളത് തന്നെയാണ്. വില ആരാണ് കൊടുത്തത്? പക്ഷേ എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കുവാൻ, എന്നെയും നിങ്ങളെയും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ആക്കുവാനായിട്ട് കർത്താവ് കാൽവറിയിൽ അതിൻ്റെ വിലയടച്ച് തീർത്തു. അവൻ ആ വില അടച്ചത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് സ്വതന്ത്രമായിട്ട് ഇവിടെ നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിലയില്ലാത്ത ഒരു രക്ഷയല്ല, വിലയുള്ള രക്ഷയാണ്. ഈ വില കർത്താവ് നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് യേശു കർത്താവ് കാൽവറിയിൽ കൊടുത്തു എന്ന് നാം തിരിച്ചറിയണം. എന്നാലേ ഇതൊരു ഇന്നവിറ്റബിൾ, ഇതൊരു ഒഴിച്ചുകൂടാൻ വയ്യാത്ത രക്ഷയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുകയുള്ളൂ. ആ ബോധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ വലിയ രക്ഷ ലഭിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല. ബൈബിൾ ക്ലിയറായിട്ടത് പറയുന്നുണ്ട്. ആരെങ്കിലും അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഈ രക്ഷ ഞാൻ ഇന്നയാൾക്ക് കൊടുത്തു എന്ന് പറയുവാൻ നമ്മളെ കൊണ്ടവൻ അനുവദിക്കത്തില്ല. എഫേഷ്യൻസ് 2:8-9 ഒന്ന് വായിക്കാമോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കാരണം ഈ രക്ഷ ലഭിച്ചതുകൊണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട്, ഞാൻ കുറച്ച് പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ട്, അല്ല ഞാൻ എന്തെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിച്ചതുകൊണ്ട്, ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിച്ചതുകൊണ്ട് എനിക്ക് ഈ രക്ഷ തരുവാൻ ഞാൻ അർഹനാണ്, അതുകൊണ്ട് ദൈവം എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് പ്രശംസിക്കാതിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഇത് ആരും പ്രശംസിക്കാതിരിക്കുവാൻ അവൻ ഇത് നമുക്ക് കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നിരിക്കുന്ന രക്ഷയാണ്. ആ രക്ഷയായതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം വില ഉള്ളത്. ഇനി ഈ രക്ഷ പ്രാപിക്കുവാൻ, ഈ വലിയ രക്ഷ പ്രാപിക്കുവാൻ നാം എന്തൊക്കെ ചെയ്യണം? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് പോട്ടെ. രക്ഷയ്ക്കുള്ള ഒന്നാമത്തെ കാര്യം, ഈ രക്ഷ നമുക്ക് ലഭിക്കുവാൻ രക്ഷയ്ക്കുള്ള ആഗ്രഹത്തോടെ ദൈവത്തോട് ഈ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സങ്കീർത്തനം 85:7 പറയുന്നു, യഹോവേ നിൻ്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിൻ്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും വേണം. റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മൂന്നാമത്, ഈ രക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടത്, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 3:19 പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അല്ലാതെ നമുക്കറിയാം, വെള്ളത്തിനാലും ആത്മാവിനാലും നാം ജനിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാനത് പറയാൻ വേണ്ടിയാണ് വന്നത്. അവസാനത്തോളം നാം സഹിച്ചു നിൽക്കണം. കാരണം ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ പറയുന്ന അഞ്ചാമത്തെ കാര്യമാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. ഈ രക്ഷ നമുക്ക് ദൈവം തന്നു. നമ്മളിതെന്ന് വേണ്ടാന്ന് വെക്കുന്നു, അന്നിത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അവസാനത്തോളം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഈ രക്ഷയെ നാം തള്ളിക്കളയുവാനായിട്ട് പാടില്ല. മത്തായി 24:11-13 വരെ ഒന്ന് വായിക്കാം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. കാരണം ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിനെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. കാരണം ഈ പ്രതിസന്ധി, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഇല്ല എന്ന് ബൈബിൾ പറയുന്നില്ല, കഷ്ടം ഉണ്ട് എന്നാണ്. കഷ്ടത്തിനെ ഒരു വരമായിട്ട് സ്വീകരിക്കാനായിട്ട് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ കഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, നാം ഈ കഷ്ടതകൾ അല്ലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ രക്ഷയെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട്
ചെയ്യാൻ പാടില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് അവസാനത്തോളം ഈ കർത്താവിൻ്റെ വരവോളം ഈ രക്ഷയെ അനുഭവിച്ച് സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറയുന്നു. ഈ രക്ഷ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടം എന്ന് നമുക്കറിയാം. 1 യോഹന്നാൻ 5:24 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ദൈവത്തോടുള്ള ആ വാസത്തിന് നമ്മെ അവൻ യോഗ്യരാക്കും. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സങ്കീർത്തനം 149:4 വായിക്കാമോ? സങ്കീർത്തനം 149:4. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഹി അഡോൺസ് ദ ഹംബിൾ വിത്ത് സാൽവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ നമ്മെ, യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നുണ്ട്, താഴ്മയുള്ളവനെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ അവസാനത്തോളം പിടിച്ചു നിൽക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ താഴ്മയായിട്ട് ജീവിക്കണം. താഴ്മയുള്ള വ്യക്തികളെ, ആ ഹംബിളായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ മാത്രമാണ് കർത്താവ് ഈ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഹംബിളിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രൈഡാണ്, അഹങ്കാരമാണ്. ബൈബിൾ പറയുന്നു, അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുമെന്നാണ് പറഞ്ഞത്. ബൈബിളിൽ ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം അഹങ്കാരം. എന്തിനഹങ്കരിക്കണം? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ നിന്നു പോയാൽ ഭിന്നെന്ന് താഴെ പോകുന്ന നമ്മൾ എന്തിനഹങ്കരിക്കണം? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉള്ളത് മുഴുവൻ നമ്മുടെ ദൈവം തന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അഹങ്കരിക്കുവാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പൊസിഷനും എല്ലാം എൻ്റെ ദൈവം ദാനമായിട്ട് തന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കരിക്കുവാൻ എനിക്കൊന്നുമില്ല. എന്തിനാണ് അഹങ്കരിക്കാനുള്ള കാരണം നമുക്കുള്ളത്? കാരണം അതുകൊണ്ടാണ് കർത്താവ് എത്രയധികം താഴ്മയോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൻ്റെ മഹോന്നതി വിട്ട് ഇവിടെ ഇറങ്ങി വന്നത്. ഒരിക്കലൊരു കാർ ആക്സിഡൻറ്റ് നടന്നു. കാർ ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലഡൊക്കെ ക്ലോട്ടായി അദ്ദേഹത്തിന് വളരെ അവശ നിലയിലായി. അപ്പോൾ ഒരു പയ്യൻ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ കാറിലേക്ക് കയറ്റി. അപ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് ഭയങ്കര അങ്ങ് സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ ഒരു പാവം മനുഷ്യൻ അവിടെ വന്ന് ഈ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു പാവം മനുഷ്യൻ വന്ന് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകാനപ്പോഴത്തേക്ക് ഈ പയ്യൻ കയറിയപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോകാൻ പോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ അങ്ങോട്ട് മാറ്റി നിർത്തി. ഞാൻ ഫസ്റ്റ് എയ്ഡൊക്കെ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചാടി അകത്തോട്ട് കയറുകയാണ്. പുള്ളി പറഞ്ഞു, മോനെ ഞാനാ പോകുന്നത് നല്ലത്, ഞാൻ പോകാം. അപ്പോൾ ഇവൻ പറഞ്ഞു, അല്ലല്ല ഞാൻ പോയാൽ മതി, ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ന്യൂറോ സർജനാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞത്, ആരാണെന്നറിയാൻ മേലാതെ ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന്, ന്യൂറോ സർജൻ്റെ മുമ്പിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്ന വ്യക്തികളാണ്. നാം ഒന്നും മനസ്സിലാക്കുന്നില്ല. നാം എന്തിനാണ് അഹങ്കരിക്കുന്നതല്ല, എന്തിലെങ്കിലും അഹങ്കരിക്കുന്നെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി ആളുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അഹങ്കരിക്കുവാനായിട്ട് എന്തിനെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമാണ് നമുക്ക് പ്രശംസിക്കുവാനുള്ളത്. കർത്താവിന് അഹങ്കരിച്ചോ? എന്തിനാണ് അഹങ്കരിക്കേണ്ടത്? കർത്താവിൻ്റെ ക്രൂശിൽ അഹങ്കരിക്കുക. ഇതെൻ്റെ രക്ഷയാണ്, എനിക്ക് ദൈവം തന്ന രക്ഷയാണ്, ഫ്രീ ആയിട്ട് തന്ന രക്ഷയാണ്. ഇതിന് കാൽവറിയിൽ എൻ്റെ ദൈവം ഞാൻ കൊടുക്കേണ്ടതിന് പകരമായിട്ട് ഈ വില കൊടുത്തതാണ്, ഇതിന് വിലയില്ലാത്തതല്ല. അതുകൊണ്ട് ഈ രക്ഷ നമുക്ക് വേണ്ടി ദൈവം അനുവദിച്ചു തന്നെങ്കിൽ ഇന്ന് നാം ഈ കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി ഇതെടുക്കുമ്പോൾ ഈ യേശു കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു സൗഖ്യത്തിന് കാരണമായിട്ട് അത് മാറുകയാണ്. കാരണം ദൂതന്മാർക്ക് പോലും ഇതനുഭവിക്കുവാനുള്ള യോഗ്യത കർത്താവ് കൊടുത്തിട്ടില്ല. മനുഷ്യർക്ക് മാത്രമായിട്ട് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ് അവൻ്റെ തിരുശരീര രക്തങ്ങളെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിസ്രൈമിൽ അന്നുണ്ടായ ആ സംഹാര താണ്ഡവത്തിൽ അന്ന് മിസ്രൈം മുഴുവൻ വലിയ നിലവിളി കേട്ടെങ്കിൽ അതുപോലൊരു നിലവിളി വീണ്ടും വരുമ്പോൾ അതിലകപ്പെടാതെ ഓരോ യഹൂദനെയും ദൈവം ഇറങ്ങി രക്ഷിച്ചതുപോലെ ആ
ബ്ലഡ് കണ്ടപ്പോൾ സംഹാരദൂതൻ മാറിപ്പോയതുപോലെ ഞാനും നിങ്ങളും അനുഭവിച്ചിരിക്കുന്ന യേശു കർത്താവിൻ്റെ രക്തം കാണുമ്പോൾ ഈ ഒരു ദൂതൻ നമ്മളിൽ നിന്നും മാറിപ്പോയി ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേർന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നിത്യരക്ഷ, അല്ലെങ്കിൽ ദൈവത്തോടൊത്തുള്ള ആ വാസം, ഏതെനിൽ ആദമും അവയും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ കർത്താവിനോടൊത്തുള്ള വാസത്തിന് ദൈവം നമ്മെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.